ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 നവംബർ 14 വ്യാഴാഴ്ചയാണ്. നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. കൂടാതെ സെൻസെക്സിൻ്റെയും എക്സ്പയറി ദിവസമാണ്. കാരണം നാളെ മാർക്കറ്റ് അവധിയാണ്. സോ നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന്. പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റി അതിൻ്റെ പീക്കിൽ നിന്ന് 26,200 എന്ന ലെവലിൽ നിന്നും 10% താഴെ എത്തിയിട്ടുണ്ട്. ഒരു ഭീമാകാരമായ പോക്ക് തന്നെയാണ് ഇത്. കാരണം കൊറോണ സമയത്ത് അത്രയും വലിയ ലോകത്ത് മൊത്തത്തിലുള്ള ഒരു ഡിസാസ്റ്റർ ഉള്ള സമയത്ത് 50%ആണ് നിഫ്റ്റി താഴോട്ട് പോയത്. പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ നമ്മുടെ മുന്നിലില്ലാത്ത അവസ്ഥയിൽ പോലും 10% താഴെ എത്തിയിട്ടുണ്ട്. ഇനി എത്ര പോകും എന്നുള്ളതിന് കൃത്യമായിട്ടൊരു ധാരണയുമില്ല. അതുകൊണ്ട് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരിടുക എന്ന് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള ഒരു കാര്യം. അത് ഇതിൽ നിന്നും പേടിച്ച് പിന്മാറി നമ്മൾ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ഇപ്പോൾ പിൻവലിച്ചാൽ അത് ഹ്യൂജ് ലോസ് ആയിരിക്കും നമുക്ക് തരുന്നത്. നിഫ്റ്റി 10% ഫോള് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോക്കുകളിൽ അതിനേക്കാൾ കൂടുതൽ നഷ്ടം ഇപ്പോൾ കാണിക്കുന്നുണ്ടാവും. ദെൻ ഇൻട്രാഡേ ചെയ്യുന്നവർക്കായിട്ട് ഏഷ്യർ മോട്ടോഴ്സ്, നിവാബൂപ്പ, സിപ്ല, സൊമാറ്റോ, നൈക്ക, വരുൺ ബിവറേജസ്, വോഡാഫോൺ ഐഡിയ, നാൽക്കോ ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ദെൻ ഗോൾഡ് $2,568 വില കുറഞ്ഞിട്ടുണ്ട്. ക്രൂഡ് ഓയിലിന് അതേപോലെ ചെറിയ രീതിയിൽ വർദ്ധിക്കുകയാണ്. ഇത് $68.27 വർദ്ധിച്ചിട്ടുണ്ട്. USD INR റേറ്റ് മാറ്റമില്ലാതെ തുടരുന്നു. ദെൻ അപ്പോളോ ടയേഴ്സിൻ്റെ Q2 റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 37% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ അപ്പോളോ ടയേഴ്സ് ഹോൾഡ് ചെയ്യുന്നവർ ഒന്ന് നോക്കിക്കൊള്ളുക. ദെൻ NSE 45 സ്റ്റോക്കുകൾ കൂടി ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ ഏകദേശം 200-ലധികം സ്റ്റോക്കുകളുണ്ട്. അതിൻ്റെ കൂടെ ഒരു 45 കൂടി അഡീഷണലി ആഡ് ചെയ്യുകയാണ്. നവംബർ 29 മുതലാണ് ഇത് വരിക. ഈ നവംബർ മാസം ഭയങ്കര ക്രിറ്റിക്കലായിട്ടുള്ള ഒരു മാസമാണ്. കാരണം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ്, ഒരുപാട് ഭേദഗതികൾ കൊണ്ടുവരുന്ന ഒരു കാലം, അതുപോലെ എന്തൊക്കെയോ ആയിട്ടുള്ള ഒരു പ്രത്യേക അവസ്ഥയിലൂടെ. എന്തായാലും 2025 ജനുവരി മുതൽ വളരെ മനോഹരമായ ഒരു ട്രേഡിംഗ് അനുഭവം ആയിരിക്കും നമുക്കുണ്ടാവുക എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ, ഗ്ലോബൽ മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. US ആയാലും യൂറോപ്പ് ആയാലും ഒരു സമ്മിശ്ര പ്രതികരണമാണ്. ഇനി നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് നോക്കാം. ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ, ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 24,643-ലാണ്. ഇന്ന് ഓപ്പൺ ആയത് 23,666. 23 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത്. അവിടെ നിന്ന് മാർക്കറ്റ് സ്ട്രൈറ്റ് താഴോട്ട് വന്നിട്ടുണ്ട്. സോ ഓപ്പൺ ആയതിനേക്കാളും താഴോട്ട് തന്നെയാണ് പോയിരിക്കുക. ഇന്നലത്തെ ക്ലോസിങ്ങിനേക്കാളും താഴെയാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. 23,630 വരെയും എത്തിയിട്ടുണ്ട്. 22,570 ആ റേഞ്ചിലൊക്കെയാണ് ഇനിയൊരു സപ്പോർട്ട് കാണാനുള്ളത്. എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കാം. ദെൻ ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ USA API ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, ഇന്ത്യ WPI ഫുഡ് ഇൻഡെക്സ്, ഇന്ത്യ WPI മാനുഫാക്ചറിങ്, ഇന്ത്യ WPI ഫ്യൂൽ ഇയർ ഓൺ ഇയർ, ഇന്ത്യ WPI ഇൻഫ്ലേഷൻ ഇയർ ഓൺ ഇയർ, യൂറോ ഏരിയ എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഇയർ ഓൺ ഇയർ, യൂറോ ഏരിയ GDP ഗ്രോത്ത് റേറ്റ്, ഇന്ത്യ M3 മണി സപ്ലൈ ഇയർ ഓൺ ഇയർ, USA ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ്, USA PPI മന്ത് ഓൺ മന്ത്. ഇത്രയും ഗ്ലോബൽ ഡാറ്റകളാണ് പുറത്ത് വരാനുള്ളത്. ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ 300-ലധികം കമ്പനികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നിയത് ഗ്രാസിം ഇൻഡസ്ട്രീസ്, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, മുത്തൂറ്റ് ഫിനാൻസ്, ഭാരത് ഫോർജ്, ഭാരത് ഡൈനാമിക്സ് ഡെലിവറി, ഭാരത് ഡൈനാമിക്സ് 2 പ്രാവശ്യം പറഞ്ഞു എന്ന് തോന്നുന്നു. എന്നാലും ഇത്രയും സ്റ്റോക്കുകളാണ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. 300-ലധികം സ്റ്റോക്കുകൾ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. F&O ബാനിൽ വന്നിരിക്കുന്ന ആരതി ഇൻഡസ്ട്രീസ്, ABFRL, GNFC, ഗ്രാനൂൾസ്, ഹിന്ദ് കോപ്പർ ഇത്രയും സ്റ്റോക്കുകളാണ്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെ 2,502 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ പണം പമ്പ് ചെയ്തെങ്കിലും മാർക്കറ്റിൽ എവിടെയും കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. 6,145 കോടിയുടെ ബൈയിങ് ആണ് ഇന്നലെ ചെയ്തത്. അങ്ങനെ മൊത്തത്തിൽ 3,642 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ്
ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ചത്. പക്ഷേ ഇവിടെ ഇത്രയധികം പണം പമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും മാർക്കറ്റ് താഴോട്ടാണ് പോയത് എന്നുള്ളതാണ് സത്യം. ദെൻ നിഫ്റ്റിയുടെ ഇന്നലത്തെ ഒരു മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 23,822 ആരംഭിച്ചു. 263 പോയിൻ്റ് നഷ്ടത്തിൽ 23,559 മാർക്കറ്റ് ക്ലോസ് ചെയ്തു. 5 ദിവസം കൊണ്ട് നിഫ്റ്റിക്ക് 757 പോയിൻറ്റിൻ്റെ അഥവാ 3.11% നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ മാസത്തിൽ 744 പോയിൻറ്റിൻ്റെ ഒരു നഷ്ടമാണ് നിഫ്റ്റിക്കുള്ളത്, 3.06% ഈ നവംബർ മാസത്തിൽ. ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു. അതുപോലെ പ്രൈസ് ആക്ഷൻ അതിന് ക്രോസ് ചെയ്തിട്ടില്ല എന്നുള്ളതൊരു പ്ലസ് പോയിൻ്റാണ്. കാരണം മാർക്കറ്റ് സ്ട്രൈറ്റ് താഴോട്ട് പോകുകയാണെങ്കിൽ പിന്നെ CPRനെ ക്രോസ് ചെയ്യാൻ ചാൻസ് കിട്ടില്ലല്ലോ. അപ്പോൾ ഇന്ന് നോർമൽ CPR ആണ്, പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വെർജിൻ CPR ആയതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. എന്തായാലും ഇന്ത്യ വിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 15.44 അപ്പോൾ ഓപ്ഷൻ ട്രേഡേഴ്സിനെ, ഇൻട്രാഡേ ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വിക്സ് ആണ് കിട്ടുന്നത്. പുട്ട് കോൾ റേഷ്യോ നിഫ്റ്റിയുടേത് 0.55 ആണ് വന്നിരിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത് 24,000-ൽ 1,28,00,000 ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് 23,500-ൽ 60 ലക്ഷമാണ്. അപ്പോൾ മാർക്കറ്റ് താഴോട്ട് പോകും എന്നാണ് ഓപ്ഷൻ സെല്ലേഴ്സ് ചിന്തിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ 755 പോയിൻറ്റിൻ്റെ നഷ്ടം ഉണ്ടാക്കി. ഫിൻ നിഫ്റ്റി 299 പോയിൻറ്റിൻ്റെ നഷ്ടം ഉണ്ടാക്കി. അതേപോലെ സെൻസെക്സ് 804 പോയിൻറ്റ് നഷ്ടം ഉണ്ടാക്കി. ദെൻ നിഫ്റ്റി മിഡ് ക്യാപ്പ് 227 പോയിൻറ്റ് നഷ്ടം ഉണ്ടാക്കി. എന്തായാലും ഭീമാകാരമായ നഷ്ടങ്ങളാണ് ഇൻഡെക്സ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത്, ഇൻട്രാഡേ ട്രേഡിങ്ങിൽ, ഓപ്ഷൻ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് കിട്ടുന്നത് വളരെ റെയറാണ്. മിക്ക ആൾക്കാരും ലോസിലാണ് അവസാനിക്കുന്നത്. മോർണിംഗിൽ 1-2 ട്രേഡിൽ പ്രോഫിറ്റ് ആയവരൊക്കെ അപ്പോൾ നിർത്തി കഴിഞ്ഞാൽ അവർ പ്രോഫിറ്റിലായിരിക്കും. അല്ലെങ്കിൽ ഫർദർ ത്രൂ ഔട്ട് ദ ഡേ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ലോസിലാണ് അവസാനിക്കുന്നത്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് എനിക്ക് മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ അതൊരു വല്ലാത്ത ഒരു അനുഭവമാണ്. സാധാരണ മുൻകാലങ്ങളിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ, അതായത് ഒരു ട്രേഡിങ് അറിയുന്ന ഒരാൾ, കൃത്യമായിട്ട് എൻട്രി എടുക്കാൻ അറിയുന്ന ഒരാൾ വൈകുന്നേരം വരെ ട്രേഡ് എടുത്താൽ രാവിലെ 1000 രൂപയാണ് പ്രോഫിറ്റ് എങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ അതൊരു 3000-4000 ആയിട്ട് അവസാനിപ്പിക്കാൻ സാധിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് മോർണിംഗിലുള്ള ട്രേഡിൽ എന്താണോ കിട്ടിയത് അത് തന്നെയാണ് അന്നത്തെ പ്രോഫിറ്റ്. അതിനുശേഷം ഒന്നും തന്നെ അവർക്ക് പ്രോഫിറ്റ് കിട്ടില്ല. പ്രോഫിറ്റ് മാർക്കറ്റ് തിരിച്ചെടുത്തുകൊണ്ടേയിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രതിഭാസം ഇപ്പോൾ കണ്ടുവരുന്നത്. എന്തായാലും നമുക്ക് നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ്, എന്താ പറയുക, നിഫ്റ്റിയുടെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഞാൻ ഇവിടെ വെച്ചൊരു ഡബിൾ ബോട്ടത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ അത് മാർക്കറ്റ് സ്ട്രൈറ്റ് താഴോട്ട് വന്നതുകൊണ്ട് തന്നെ അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. നിഫ്റ്റി താഴോട്ട് പോകുന്നത്, ഇത് 1 അവർ ചാർട്ടാണ്, ഒരു പ്രത്യേക ഒരു ചാനലിലൂടെയാണ്. ഇത് കണ്ടില്ലേ, ഈ രീതിയിൽ ഇങ്ങനെ ഒരേ ചാനലിലാണ് അത് പോകുന്നത്. ഇതാ ഇവിടെ വന്നു, ഇവിടെ ഹൈ ടച്ച് ചെയ്തു, ഇവിടെ ഒന്നുകിൽ ഇതിങ്ങനെ പോകാനാണ് സാധ്യത. നോക്കാം എന്തായാലും. അതുപോലെ നമ്മുടെ ലെവൽസിലേക്ക് വരികയാണെങ്കിൽ ഇത് 1 ഡേ ചാർട്ടാണ്. 23,900 ആണ് നമ്മൾ പ്രതീക്ഷിച്ച ഒരു സപ്പോർട്ട് ലൈൻ. കാരണം ഇവിടെ വന്ന് സപ്പോർട്ട് പൊങ്ങുന്നുള്ളത്. ഇനി 23,500 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ബട്ട് ഇനി നമുക്ക് സപ്പോർട്ട് പ്രതീക്ഷിക്കാനുള്ളത് ഈ ഒരു ലെവലിലായിരിക്കും. അതിൻ്റെ എക്സാക്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. 21,800, 23,900 ലെവലിൽ മാർക്കറ്റിലൊരു സപ്പോർട്ട് കിട്ടാനുണ്ട്. അത് അല്ലാതെ ഇവിടെ വേറെ എവിടെയും തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഹൈയിൽ 22,700 എന്നുള്ള ഈ ഒരു ലെവലിലും, അതായത് ഈ സ്വിങ്ങിൻ്റെ ഹൈയിൽ 22,700, 800 ആ സോണിലും ഒരു സപ്പോർട്ടുണ്ട്. അതല്ലാതെ മറ്റൊന്നും തന്നെ പിന്നെ ഈ 500,000 ലെവൽസിൽ മാർക്കറ്റ് മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ ലെവലിലാണ് പോയിട്ട് എൻട്രി എടുക്കുക. അപ്പോൾ അവിടെ വെച്ചിട്ട് ചിലപ്പോൾ മാർക്കറ്റ് റിവേഴ്സ് ആവാൻ സാധ്യതയുണ്ട്. ഇനി ഇന്നലത്തെ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ നമ്മളിപ്പോൾ പറഞ്ഞതിനേക്കാളൊക്കെ ഒരുപാട് താഴോട്ടങ്ങ് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം കൂടുതൽ അതിനെക്കുറിച്ച് എന്താ പറയുക, കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ആ ലെവലിൽ വന്നിട്ട് ഇന്നലെ ഡേ ലോ വരും എന്ന് പ്രതീക്ഷിച്ച ആ ഒരു ലെവലിൽ വന്നിട്ട് മാർക്കറ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തു എന്നുള്ളത് സത്യമാണ്. ബട്ട് അവിടുന്ന് പിന്നീട് 2 മണിക്ക് ശേഷം സ്ട്രൈറ്റ് ഫോളാണ് താഴോട്ട് വന്നത്. ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നും എനിക്ക് ഒരുപാട് പറയാനില്ല. കാരണം ഇത് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. എന്തായാലും ഇന്നത്തെ
മാർക്കറ്റ് 23,743 ഹൈ അല്ലെങ്കിൽ 23,375 ലോ, ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. 23,743 അല്ലെങ്കിൽ 23,375 ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഡേ ഹൈ അല്ലെങ്കിൽ ഡേ ലോ കിട്ടും. ഇനി നോ ട്രേഡ് സോണിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് CPRന്റെ ആ ഒരു ഭാഗം മുഴുവനായിട്ട് നോ ട്രേഡ് സോൺ ആയിട്ട് എടുക്കേണ്ടി വരും. അതായത് അതിൻ്റെ ലെവൽസ് പറയുകയാണെങ്കിൽ 23,700 മുതൽ 23,600 വരെയുള്ള ഈ ഒരു സോണാണ് ഈ പറയുന്നത്. ഈ ഒരു സോൺ 100 പോയിന്റിൻ്റെ ഒരു നിഫ്റ്റിയിൽ 100 പോയിന്റിൻ്റെ ഒരു സോണാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഈ ഒരു സോണിനകത്ത് ഫ്രഷ് എൻട്രി എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി മാർക്കറ്റ് താഴോട്ട് പോവുകയാണെങ്കിൽ, ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ താഴോട്ട് പോവുകയാണെങ്കിൽ 23,500 മാർക്കറ്റ് സപ്പോർട്ട്, 526, 509 എന്ന ഈ സോണിൽ മാർക്കറ്റിന് നല്ലൊരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ 23,375 വരെയും താഴോട്ട് പോയേക്കാം. വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്ന് ഞാൻ പറയുന്നില്ല, റെയർ കേസ് സിനാരിയോയിൽ. ഓക്കെ, 23 ഇനി മാർക്കറ്റ് മുകളിലോട്ട് വരികയാണെങ്കിൽ 23,873 മാർക്കറ്റിന് നല്ല റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും. 873, 856 എന്ന ഒരു 17 പോയിന്റിൻ്റെ ഒരു സോണിൽ മാർക്കറ്റിന് റിജക്ഷൻ ഉണ്ടാവും ഇവിടെ. ഓക്കെ, അതല്ലാതെ ഏറ്റവും നല്ല രീതിയിലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് കിട്ടിയാൽ 23,933 വരെ മാർക്കറ്റ് കയറിപ്പോയേക്കാം. എനിക്ക് തോന്നുന്നു മാർക്കറ്റ് പതിവ് പോലെ താഴോട്ട് തന്നെ പോകാനാണ് സാധ്യത. ഇത് ഞാൻ വെറും ഒരു ഊഹാപോഹം പറയുന്നതാണ്, പ്രത്യേകിച്ചൊരു എവിഡൻസ് ഇല്ലാതെ പറയുന്നതാണ്. ഈ വരുന്ന വര താഴോട്ട് തന്നെ ഇറങ്ങിപ്പോവാനാണ് സാധ്യത എന്ന് തോന്നുന്നു. നവംബർ 20 വരെയും. 20-ന് ശേഷം പിന്നെ അപ്പോഴത്തേനും ആരും ഇല്ലാതാവുമല്ലോ, എല്ലാവരും പോയി തീരും, പിന്നെ നമ്മൾ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ നമുക്ക് പറ്റുമെങ്കിൽ മാർക്കറ്റിനെ പൊക്കിക്കൊണ്ടുവരാം. ഇന്ത്യയിലുള്ള റീറ്റെയിലേഴ്സിനെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. റീറ്റെയിലേഴ്സും ദെൻ അതേപോലെ ഇവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും തിരിച്ച് കൊറോണ കാലത്തൊക്കെ ഈ രീതിയിൽ ഇതിനേക്കാളും ഭീമാകാരമായ രീതിയിൽ വീണിട്ട് അത് 3 ഇരട്ടി സ്പീഡിൽ തിരിച്ച് കയറിയതാണ്. സോ എന്തായാലും താഴെ ഒരു പീക്കിലെത്തി മാർക്കറ്റ് തിരിച്ച് പൊങ്ങുന്ന ഒരു സിഗ്നൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് പൊസിഷൻ ഹോൾഡിങ്ങിലുള്ളതൊക്കെ ആവറേജ് ചെയ്ത് അല്ലെങ്കിൽ ഫ്രഷ് എൻട്രീസ് എടുത്ത് റെഡി ആകാവുന്നതാണ്. എന്തായാലും പ്രോഫിറ്റിലേക്ക് വരും. പക്ഷേ ഇപ്പോൾ പീക്കിൽ നിന്നും എൻട്രി എടുത്ത ആൾക്കാർക്കൊക്കെ ആവറേജ് ചെയ്താൽ പോലും അതൊരു പ്രോഫിറ്റിലെത്താൻ കുറച്ച് ടൈം എടുക്കും. അപ്പം എന്തായാലും ക്ഷമയോടുകൂടി കാത്തിരിക്കുക, ലോസ് ബുക്ക് ചെയ്യാതെ മുന്നോട്ട് പോകുന്നതാണ് സ്റ്റോക്ക് ഹോൾഡിങ്ങിൽ ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി അതാണ്. കാരണം പ്രോഫിറ്റിൽ മാത്രമേ എക്സിറ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1-2 വർഷം കാത്തു വെച്ച് കഴിഞ്ഞാലും നമുക്ക് അത് പ്രോഫിറ്റിൽ തന്നെ എക്സിറ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ്. അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യം ആരും മറക്കരുത്. ഒരു ക്യാമ്പയിൻ പോലെ എല്ലാവരും ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ട്രയൽ ഇല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, ഞാനത് ഫ്രീ ട്രയൽ തരുന്നതായിരിക്കും. ദെൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. സംസാരിക്കാൻ ഒരല്പം കൂടി ബുദ്ധിമുട്ട് നേരുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ.